ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം NSSന് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. അനുകൂല നിയമോപദേശം സർക്കാരിന് ലഭിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, നമുക്കറിയാം ഇതിനോടകം തന്നെ വിവിധ സമുദായ സംഘടനകൾ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്തെത്തിയതാണ്. അപ്പോൾ ആ കാര്യത്തിൽ അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണോ ഇപ്പോൾ ലഭിക്കുന്നത്? തീർച്ചയായും ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിച്ച് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരട്ടെ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ അടക്കം സർക്കാരിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ വിഷയമാണ് ഭിന്നശേഷി അധ്യാപക നിയമനം. ഈ ഘട്ടത്തിൽ NSSന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി ഞങ്ങൾക്കും ബാധകമാക്കണമെന്നായിരുന്നു മറ്റ് മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അന്നെല്ലാം നിരന്തരമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ നിയമോപദേശം അങ്ങനെയല്ല ലഭിച്ചിരിക്കുന്നത്. നിയമോപദേശം ലഭിച്ചത് അത് NSSന് മാത്രം ബാധകമായ വിധിയാണ് എന്നുള്ളതാണ്. അത് മറ്റ് മാനേജ്മെന്റുകൾ കൂടി നടപ്പാക്കി കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയിൽ നിലനിൽക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ പൊയ്ക്കൊള്ളൂ എന്നുള്ള മറുപടിയാണ് ശിവൻകുട്ടി ഇതുവരെ ആവർത്തിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ അടക്കമുള്ളവ സുപ്രീം കോടതിയിൽ ഈ വിധി ഞങ്ങൾക്കും അനുകൂലമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ട്. അതിൽ അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമാണ്. ഇനിയും ഈ രീതിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളടക്കം ഈ ഒരു പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഒരു എതിർപ്പിന്റെ ഘട്ടത്തിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക പ്രായോഗികമല്ല എന്ന ഒരു തിരിച്ചറിവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ യു-ടേൺ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSSന് നൽകിയിരിക്കുന്ന സുപ്രീം കോടതിയുടെ അനുകൂല വിധി, അതായത് 4% ഭിന്നശേഷി സംവരണം നടപ്പാക്കിക്കൊണ്ട് നേരത്തെ തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ഈ 4% സീറ്റുകൾ ഒഴിച്ചിട്ട് മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കാം എന്നുള്ളതായിരുന്നു NSSന് സുപ്രീം കോടതിയിൽ ലഭിച്ച വിധി. അതിന്റെ അടിസ്ഥാനത്തിൽ സമാനമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൂടാതെ മാനേജ്മെന്റുകളെ ഇക്കാര്യം അറിയിക്കും. അതായത് സുപ്രീം കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും അവസാന മാറ്റമുണ്ടാവുക. നിലവിൽ സർക്കാർ ഈ NSSന്റെ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അപ്രൂവൽ കിട്ടാത്ത സ്ഥിരം അധ്യാപകരായി മാറാത്ത അധ്യാപകർക്ക് അവരുടെ അപ്രൂവൽ നൽകി അവരെ എല്ലാവരെയും ഒന്നിച്ച് സർക്കാർ പേറോളിലേക്ക് മാറ്റാനും കഴിയും. നിലവിൽ ഭിന്നശേഷി നിയമനങ്ങൾ നടക്കാതെ അവ പെൻഡിംഗ് നിൽക്കുന്ന സാഹചര്യത്തിൽ പല അധ്യാപകർക്കും അവരുടെ നിയമനങ്ങൾ, പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ അപ്രൂവ് ചെയ്ത് നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവരെല്ലാം വർഷങ്ങളോളം 10 വർഷത്തിലധികം അവർ ഒരു താൽക്കാലിക ജീവനക്കാരെ പോലെ, അവർക്കെല്ലാം ഇപ്പോഴും പേറോളിലെല്ലാം പെൻ നമ്പറെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും ഒരു താൽക്കാലിക ജീവനക്കാരെ പോലെ അവർ നിലനിന്ന് പോവുകയാണ്. എന്തായാലും അവർക്ക് അത്തരത്തിൽ കയറിയ അധ്യാപകർക്ക് അവരുടെ ജോലി സ്ഥിരത ഉറപ്പാക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു വിഭാഗം അധ്യാപകരെ ഇത് ഗുണകരമായി ബാധിക്കും. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരെ, ഒപ്പം എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് സർക്കാരിലുണ്ടായിരുന്ന വലിയൊരു എതിർപ്പ്, ആ എതിർപ്പ് ഇതോടുകൂടി ഇല്ലാതാകുമെന്നും പ്രതീക്ഷിക്കുന്നു. 12 മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഇത് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. അനുജ, അതാണ് ഭിന്നശേഷി അധ്യാപക സംവരണത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം. ഇന്ന് 12 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യങ്ങൾ വിശദമാക്കും. നമുക്ക് ലഭിക്കുന്ന വിവരം NSSന് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല നിയമോപദേശം സർക്കാരിന് ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് നിർണായക നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.